ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി കല്ലുമ്മക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഈ കല്ലുമ്മക്കായ നിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 കിലോ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗത്തുള്ള അഴുക്കെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉൾഭാഗം ഒന്ന് കീറിയിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കല്ലുമ്മക്കായ എടുത്ത് ഇതിൻ്റെ നെടുകെ ഇങ്ങനെ കീറി കൊടുക്കുക. നെടുകെ കീറി കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു ഉപ്പിട്ടിട്ടൊരു വെള്ളം വെക്കാനുണ്ട്. ആ വെള്ളത്തിലൊന്ന് കുലുക്കി കഴുകിയിട്ട് വേറൊരു അരിപ്പയിലേക്ക് കമിച്ച് വെക്കാം. ആ കമിച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഈ വെള്ളം ഊർന്നിട്ട് ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് നോക്കാം, കാണിച്ചു തരാം. മാവിന് ആവശ്യമായ പച്ചരിയിലൂടെ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനിത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നന്നായി തന്നെ കലക്കി കൊടുക്കാം കേട്ടോ. കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, കല്ലുമ്മക്കായ ഇങ്ങനെ നെടുകെ ഇങ്ങനെ കീറണം. അതിനാണ് കത്തി എടുക്കട്ടെ. അപ്പോൾ ഞാനിത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതണ്ട ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കൈക്ക് തട്ടാതെ നോക്കണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ, അത് വെള്ളം ഇതിൻ്റെ തന്നെ ആക്കി കൊടുത്താൽ മതി. ആക്കുന്ന സമയത്ത് തന്നെ ഇതുണ്ടെങ്കിൽ പാമ്പ് ഇതാ സംഭവം ഇതാണ് സംഭവം. ഇതെടുത്ത് കളയണം കേട്ടോ. മറ്റേതൊന്നും കിട്ടിയിട്ടില്ല. അതിങ്ങനെ വലിക്കുമ്പോൾ ഒരു പാമ്പ് പോലെ തന്നെ ഉണ്ടാവുക. പക്ഷേ കിട്ടുകയും ചെയ്യില്ല. ഇതാ കാണുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതെടുത്ത് കളയണം കേട്ടോ. അപ്പോൾ അതെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലിട്ട് നല്ലോണം കുലുക്കി കഴുകി എടുത്തിട്ട് ആ അരിപ്പ് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് വെള്ളം ഇറങ്ങാനുണ്ട്. ആ വെള്ളം മറ്റേ അടിയിലെ പാത്രത്തിലേക്ക് വീണിട്ട് കിട്ടും. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും നമുക്കിങ്ങനെ കീറി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ കല്ലുമ്മക്കായെല്ലാം ഇതുപോലെ പൊളന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ മുറിയാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ വെളിങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. നല്ല ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം ബ്ലഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. ഇപ്പോൾ ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിത് 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്. നമ്മൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഇത് മസാലകൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാനാട്ടോ. ഞാൻ ഇവിടെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിടി അളവിൽ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം തന്നെ ഇത് തട്ടി കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കല്ലുമ്മക്കായൻ്റെ നീരുണ്ടല്ലോ, നമ്മളൊരു പാത്രത്തിലേക്ക് നീര് വരുമെന്ന് പറഞ്ഞിട്ടില്ല, ആ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലകൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് പച്ചരി കുതിർത്ത് വെച്ചത് കേട്ടോ. അത് കല്ലുമ്മക്കായ്ക്ക് നല്ല ഒരു ഉരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നന്നായി തന്നെ അരയണ്ട, ഒരു തരി വരുന്ന രൂപത്തിൽ വേണം അരയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോണിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാലയിലേക്ക് 2 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പത്തൽപൊടിയാണ് ചേർക്കുന്നത്. പത്തൽപൊടി ഒരു 3/4 കിലോ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 3/4 ഭാഗം വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയും മാവ് വേണം എന്നില്ലത് നോക്കിയിട്ട് ഇതിനനുസരിച്ചിട്ട് മാത്രം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നേരത്തെ മിക്സിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നോക്കിയാൽ ഇതേ പരുവത്തിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് കല്ലുമ്മക്കായിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ ഒരു കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് മാവ് ഒരു കൈയിലെടുത്തിട്ട് മാവുണ്ടല്ലോ ഇതുപോലെ ഒരു വിരലിനോട് നല്ലോണം അതിന് നിറക്കുമ്പോൾ തന്നെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതതുപോലെ ശരിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം കല്ലുമ്മക്കായ നമുക്കിതുപോലെ നിറച്ചെടുക്കാം കേട്ടോ.
എല്ലാ കല്ലുമ്മക്കായും ഞാൻ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവിത്തട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇതാ നമ്മളെ കല്ലുമ്മക്കായ ഇവിടുന്ന് ആവുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കല്ലുമ്മക്കായ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായത് തോട് ഇളക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കല്ലുമ്മക്കായൻ്റെ തോട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഭാഗമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ സൈഡ് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്തിട്ട് പിന്നെ മറ്റേ സൈഡിൽ നിന്ന് ഇളക്കുക. ഒരു സംഭവം ഉണ്ടാവും അവിടെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് എല്ലാ ഇറച്ചിയും നമുക്ക് കല്ലുമ്മക്കായി തന്നെ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ കല്ലുമ്മക്കായൻ്റെ തോടെല്ലാം അയച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് പൊരിക്കാനായിട്ട് ഞാനൊരു ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി എടുത്തതെന്ന് വെച്ചാൽ ഈ മുളക് പൊടിയിൽ എല്ലാ മസാലകളും ചേർത്ത ഒരു പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ കലക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊരിക്കേണ്ട മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കല്ലുമ്മക്കായ മുക്കിയിട്ട് ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് വലിയ സാധനം ഇത് ഇങ്ങനെ മുക്കി വെക്കാം. അപ്പോൾ പൊരിക്കാൻ ആവശ്യമായ കല്ലുമ്മക്കായൽ നമുക്കിതുപോലെ മുളകിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യാനെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് മുരിഞ്ഞു പോയതിന് ശേഷം നമുക്ക് മറു സൈഡും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.